അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ, അൽഹംദുലില്ലാഹ്, ശഅബാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത് മറ്റൊന്നുമല്ല, സ്വലാത്ത് തന്നെയാണ്. സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. സ്വലാത്ത് ചൊല്ലുന്നവരെ അല്ലാഹു തആല പ്രത്യേകം പരിഗണിക്കുകയും അവരുടെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി കൊടുക്കുമെന്ന് വിശുദ്ധമായ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല എല്ലാ വിധത്തിലുള്ള ആപത്തുകളെ തൊട്ട് കാക്കുമെന്നും ഹദീസിൽ കാണാം. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മകൾ എഴുതുകയും 10 തിന്മകളെ തൊട്ട് അല്ലാഹു തആല നമ്മെ കാക്കുകയും ചെയ്യും. അതുപോലെ 10 ദറജകൾ അല്ലാഹു തആല ഉയർത്തുകയും ചെയ്യുമെന്ന് വിശുദ്ധമായ ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാം. നമുക്കെല്ലാവർക്കും കൂടി ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത് വലിയ ശ്രേഷ്ഠതകളാണ്, വലിയ കാവലാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുവാനും ആ മുത്തുനബിയുടെ ഹൗദുൽ കൗസറിൽ നിന്നും വെള്ളം കുടിക്കുവാനും ഒക്കെ ഭാഗ്യം കിട്ടുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത്, വളരെ ശ്രേഷ്ഠമായ, എന്നാൽ നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ള ഒരു സ്വലാത്ത് നമുക്കെല്ലാവർക്കും ഒരു 101 പ്രാവശ്യം ചൊല്ലാം. അതെല്ലാവരും ഒന്നിച്ച് ചൊല്ലുക, നല്ല നീയത്ത് മനസ്സിലുണ്ടാവുക. അവസാനം ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ ചെയ്യാം. അള്ളാഹു നമ്മളിൽ നിന്നും കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. നമ്മൾ ഈ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലുന്ന സമയത്ത് കൈകൾ ഉയർത്തി തന്നെ ചൊല്ലണം എന്നൊന്ന് നിർബന്ധമില്ല. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൽ ജോലിയാവാം, മറ്റ് തിരക്കുകളാവാം. ആ സമയത്ത് സ്വലാത്തുകൾ നമുക്ക് വായ കൊണ്ട് ചൊല്ലിയാൽ മതി, ദിക്റുകൾ വായ കൊണ്ട് പറഞ്ഞാൽ മതി. കൈ ഉയർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ സ്വലാത്തുകളും മറ്റ് ദിക്റുകളൊക്കെ നിസ്കാരമില്ലാത്ത ഉമ്മമാർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊക്കെ ചൊല്ലാവുന്നതാണ്. വുളു വേണം അല്ലെങ്കിൽ ശുദ്ധി വേണം എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ വുളു ഇല്ലാത്ത ആളുകൾക്കും നിസ്കാരമില്ലാത്ത ആളുകൾക്കും ഒക്കെ ഈ സ്വലാത്തുകൾ ഒരുപാട് കണ്ട് ചൊല്ലാവുന്നതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. 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 അല്ലാഹുമ്മ സ്വല്ലി
على محمد اللهم صل عليه وسلم اللهم صل 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 على
محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم
اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم وصلي على جميع الأنبياء والمرسلين والعاقبة للمتقين والحمد لله رب العالمين. പരിശുദ്ധമായ സ്വലാത്ത് 101 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് 101 പ്രാവശ്യം ഇപ്പോൾ നമ്മളിവിടെ ചൊല്ലി എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ ഒരുപാട് വട്ടം ഇത് ചൊല്ലാവുന്നതാണ്. ഇത് കൃത്യമായ ഒരെണ്ണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കഴിയുന്നത് പോലെ 101, 33, ഇനി 333 എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്രയധികം സ്വലാത്തുകൾ ഒരുപാട് കണ്ട് ചൊല്ലുക. എപ്പോഴും സ്വലാത്ത് കൊണ്ട് നനയുന്ന ഒരു നാവായി, ഒരു വായയായി നമ്മുടെ നാവ് മാറണം. നമ്മുടെ ചുണ്ടുകൾ നാളെ സാക്ഷി നിൽക്കണം. ഈ സ്വലാത്തുകൾ അല്ലാഹുവേ ഇവൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയതാണ് എന്ന് ചുണ്ടുകളും നാവും നമ്മുടെ വായും സാക്ഷി പറയുന്ന തരത്തിൽ എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഒരുപാട് സ്വലാത്തുകൾ പറയുക. പിന്നെ ഒന്നുകിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്ത് 2-3 പ്രാവശ്യം ആവർത്തിച്ചും നിങ്ങൾക്ക് നമ്മുടെ കൂടെ ചൊല്ലാവുന്നതാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയിട്ടുള്ള ഈ സ്വലാത്തിനെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കുകയും അതിൻ്റെ പ്രതിഫലം ഈ ദുന്യാവിൽ വെച്ച് തന്നെ നമുക്ക് കാണാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സ്വലാത്ത് ചൊല്ലിയ സമയത്ത് എന്തെല്ലാം മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നോ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല എല്ലാ വിധത്തിലുള്ള വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും രോഗങ്ങൾക്കും അല്ലാഹു തആല സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة اللهم صل على النور وأهله يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ ശഅബാൻ മാസമാണ്. ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ എല്ലാം നീ അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കഴിഞ്ഞുപോയ റജബ് നീ സ്വീകരിക്കണേ അല്ലാ. വരാനിരിക്കുന്ന റമളാനിലേക്ക് എത്തുവാനും അതിലൊരുപാട് നന്മകൾ ചെയ്യുവാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങളുണ്ട്, ഒരുപാട് പാപങ്ങളുണ്ട്, തെറ്റുകുറ്റങ്ങളുണ്ട്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരന്മാർ ഒരുപാട് പേര് ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് തുർക്കിയിലും സിറിയയിലും ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങളിൽ, ഞങ്ങളുടെ നാടുകളിൽ പല പ്രദേശങ്ങളിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് നീ വലിയ ഷഹീദിൻ്റെ പ്രതിഫലം നൽകണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കണേ അല്ലാ.
അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ, കിടപ്പിലായി പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മലമൂത്ര വിസർജനം ഞങ്ങൾ അറിയാതെ പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കിടന്ന് നരകിക്കേണ്ടി വരുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ വാപ്പ, ഞങ്ങളുടെ ഉമ്മ ഒന്ന് മരിച്ചെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. ആരെയും വിഷമിപ്പിക്കുന്ന ഒരവസ്ഥ ഞങ്ങളിൽ നിന്നും ആർക്കും നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, മറ്റുള്ളവർക്കൊരു ഭാരമാക്കല്ലേ അല്ലാ. ഖൈറായ ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് അല്ലാഹുവേ ഈമാൻ സലാമത്തായി മരിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, കടങ്ങൾ മാറ്റണേ അല്ലാ, കടക്കാരായി മരിക്കുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, അല്ലാഹുവേ, നല്ല ഖൈറായ ഇണകളെ കിട്ടാത്തവർ, വിവാഹ പ്രായമെത്തിയിട്ട് അല്ലാഹുവേ സ്വാലിഹീങ്ങളായ വരന്മാരെ കിട്ടാത്തവര്, വധുമാരെ കിട്ടാതെ വിഷമിക്കുന്നവര്, അല്ലാഹുവേ റഹ്മാനെ, എല്ലാവർക്കും ഖൈറായ സമയത്ത് ഖൈറായത് ജീവിതത്തിൽ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കള്ളുകുടിയന്മാരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, കഞ്ചാവിൻ്റെ അടിമകളാക്കല്ലേ അല്ലാ. അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാക്കല്ലേ അല്ലാ. അവർക്കെല്ലാവർക്കും പഠിച്ചു ഉയരാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാ. ദുന്യാവും ആഖിറവും അവർക്ക് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പഠനങ്ങളിൽ ഖൈർ നൽകണേ അല്ലാ. പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകണേ അല്ലാ. പ്രവാസികളായ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരുടെയും ജോലികളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ. മാരകവുമല്ലാത്തതുമായ പേരില്ലാത്ത മരുന്നില്ലാത്ത അവസ്ഥയെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, കടങ്ങളുള്ളവരുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്, കുടുംബത്തിൽ പ്രയാസമുള്ളവരുണ്ട്, ദുഃഖമുള്ളവരുണ്ട്, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, മാനസികവും ശാരീരികവും രഹസ്യവും പരസ്യവുമായ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. റമളാൻ മാസം നീ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹു തആല നമുക്ക് ഹൗദുൽ കൗസർ മതിയാവോളം കുടിക്കുവാനുള്ള തൗഫീഖ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരങ്ങളാൽ നമുക്ക് കുടിക്കാനുള്ള തൗഫീഖ് സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു, ദുആ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെയൊക്കെ സന്തോഷങ്ങളും അറിയിക്കുന്നുണ്ട്. അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ മരണം വരെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവർ, ഒരുപാട് പ്രയാസങ്ങൾ എഴുതിവിട്ട ആളുകൾ, അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ മാറ്റിക്കൊടുത്ത് സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും മരിക്കുന്ന സമയത്ത് നല്ല മരണം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദെ, കണ്ണേറാണ്, ഞങ്ങൾക്ക് സിഹിറാണ്, ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്, പ്രയാസങ്ങളാണ്, രോഗങ്ങളാണ്, ഇതൊക്കെ മാറാൻ എന്താണൊരു പോംവഴി? വലിയൊരു പോംവഴി അത് വിശുദ്ധമായ ഖുർആനിക ആയത്തുകൾ തന്നെയാണ്. ഖുർആനിൻ്റെ ആയത്തുകളുടെ രാജാവാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഒരു മനുഷ്യൻ സ്ഥിരമായി ഓതിയാൽ അവനക്ക് കിട്ടുന്ന 21 നേട്ടങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആയത്തുൽ കുർസി ഓതിയാൽ കിട്ടുന്ന അത്ഭുതകരമായ, ആശ്ചര്യപ്പെടുത്തുന്ന ആ 21 പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് മുഴുവനായും കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.